സ്വയംവരം സ്വയംവരം. ഹലോ ആൻഡ് വെൽക്കം ടു യെറ്റ് അനദർ വണ്ടർഫുൾ എപ്പിസോഡ് ഓഫ് സ്വയംവരം. സോ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ തൗഫിക് ആൻഡ് ഫർസാന ഇവരെ പരിചയപ്പെട്ടു. അതോടൊപ്പം തന്നെ നമ്മൾ കളേഴ്സ് ബൊട്ടീക്കിൽ പോയി ആൻഡ് ഫർസാനയുടെ ബ്യൂട്ടിഫുൾ കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്ത വിശേഷങ്ങൾ കേട്ടു. ഇൻഫാക്ട് നമ്മൾ ഒരുപാട് ബ്രൈഡ്സിനെ മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഒരു ബ്രൈഡ് ഒരു 20-25 ഡേയ്സോളം ബൊട്ടീക്കിൽ ഫുൾ ടൈം നിന്ന് അവരുടെ കോസ്റ്റ്യൂം റെഡിയാക്കുന്നത് ഞാൻ കേട്ടിട്ടുള്ളത്. സോ ഐ ഹോപ്പ് യു ഓൾസോ എൻജോയ്ഡ് ദോസ് വിഷ്വൽസ്. ഇന്ന് ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് കാണാം. സോ ശരിക്കും നിങ്ങളുടെ ഒരു മുസ്ലിം സ്റ്റൈൽ ഓഫ് വെഡിങ്ങിൽ ഈ ഓർഗനൈസിങ് ഇപ്പം ഡെക്കറേഷൻസ് ആയിക്കോട്ടെ ഹോൾ അതൊക്കെ ചെയ്യുന്നത് പെൺകുട്ടിയുടെ സൈഡ് തന്നെയല്ലേ? നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് പിന്നീട് റിസപ്ഷനിൽ മാത്രമേ നിൽക്കുള്ളൂ അല്ലേ? അപ്പോൾ ഇതൊക്കെ ഈ ഓർഗനൈസിങ്ങിലും ഈ പ്ലാനിങ്ങിലും ഒക്കെയും ഫർസാന ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു തൗഫിക്കിന്? അതെല്ലാം സർപ്രൈസ് ആക്കി വെച്ചിരിക്കും. തീർച്ചയായിട്ടും എന്നെ മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫാമിലി മൊത്തത്തിൽ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നു ആ പ്രോസസ് ത്രൂ ഔട്ട്. ഇപ്പൊ ഡ്രസ്സിങ് ആവട്ടെ, സ്റ്റേജ് ഡെക്കർ ആവട്ടെ, എന്താവട്ടെ, ഇപ്പൊ മൊത്തത്തിൽ നമ്മൾ ഫുള്ളൊരു തീം ഫുള്ള് ഫാമിലിയിൽ സർക്കുലേറ്റ് ചെയ്ത് അവരുടെയും ഒപ്പീനിയൻസ് എടുത്തിട്ട് ഫുള്ള് സർക്കുലേറ്റ് ചെയ്ത് എല്ലാം മൊത്തത്തിൽ ഒരു ഓർഗനൈസ് സംഭവം പോലെ തന്നെ ആയിരുന്നു. ഓക്കെ, ഇവിടെ കോസ്റ്റ്യൂം ആയിരുന്നു ഏറ്റവും ഇപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു. തൗഫിക്കിന് ഈ ഒരു ഹോൾ വെഡിങ് പ്ലാനിങ്ങും പ്രോസസ്സിലും ഏറ്റവും സ്പെഷ്യലായിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്തായിരുന്നു? ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ ഒരു 1 വീക്ക് ഗ്യാപ്പിൽ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു നാട്ടിലേക്ക്. ജോലിയിൽ നിന്ന് ലീവ് എടുത്തിട്ട് ഞാൻ നാട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു 1 വീക്ക് ഗ്യാപ്പിൽ. അപ്പോൾ ആ ഒരു 1 വീക്ക് കൊണ്ട് നമ്മൾ എൻ്റെ ഇപ്പോൾ ഡ്രസ്സാവട്ടെ, എൻ്റെ ആ ഡ്രസ്സ് ആ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് എന്ന് പറയുന്നത് ഭയങ്കര ക്രൂഷ്യലായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് ഭയങ്കര ക്രൂഷ്യലായിരുന്നു. അപ്പോൾ ഞാൻ വന്ന ആ ലീവിന് വന്ന ആ ഗ്യാപ്പിൽ ഞങ്ങൾ കുറേ കടകൾ മാത്രമല്ല ഡിസൈനേഴ്സ് എല്ലാം നമ്മളിങ്ങനെ നോക്കി. അപ്പോൾ ഒരു സ്റ്റാർട്ടിങ് ഇതാണ്, ഈ ഒരു ഐറ്റം വേണം, ഇതുകൊണ്ട് നമുക്ക് ബാക്കിയുള്ളത് ഫോളോ ചെയ്യാം എന്ന് പറയുന്ന ആ ഒരു സ്ട്രൈക്കിംഗ് പോയിന്റ് ആ ഒരു പോയിന്റ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഫൈനലി അതങ്ങ് തുടങ്ങി അത് തുടങ്ങി എന്നുള്ളൊരു ഫീൽ വരുന്നത് തൗഫീഖിന്റെ ഡ്രസ്സ് ബില്ല് ചെയ്ത് കൈ കിട്ടിയപ്പോഴും. ഇനിയിപ്പോ എല്ലാം ശരിക്കും ഇനി നിങ്ങൾക്ക് മേക്കപ്പിന് എനിക്കറിയത്തില്ല ഫർസാന, പക്ഷെ ജ്വല്ലറിയൊക്കെ ഞാൻ എപ്പോഴും കണ്ടിട്ടുണ്ട് മുസ്ലിം ബ്രൈഡ്സിന്, അതൊരു പ്രത്യേകതയാണ്. സോ എങ്ങനെയായിരുന്നു ഫർസാനയുടെ മേക്കപ്പിന്റെ കാര്യങ്ങളും ഹെയർ സ്റ്റൈലും ജ്വല്ലറി ഇതിനൊക്കെ ആരാണ് ചെയ്തത്? എൻ്റെ മേക്കപ്പ് ചെയ്തത് മെഹന്തിയുടെ മേക്കപ്പ് ചെയ്തത് ലേ ബ്യൂട്ടിയിലായിരുന്നു. അത് HD മേക്കപ്പ് ആയിരുന്നു. അപ്പോൾ പിന്നെ വെഡിങ് ഡേയുടെ മേക്കപ്പ് ചെയ്തത് ബ്ലോ റൂം മേക്ക് ഓവർ സ്റ്റുഡിയോ ബിഷു ഗാരിയാണ് ചെയ്തത്. അപ്പോൾ ബിഷുവിൻ്റെ അടുത്താണെങ്കിലും എനിക്ക് കുറച്ച് ഐഡിയാസ് ഉണ്ടായിരുന്നു, ഇതുപോലാണ് വേണ്ടത്. വിഷു അത് ഞാൻ വിചാരിച്ചതിനെക്കാട്ടി നന്നായിട്ട് എനിക്ക് ചെയ്തു തന്നു. എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് കുറേയൊക്കെ ഞാൻ പറയാതെ തന്നെ മനസ്സിലാക്കി. പക്ഷെ വെഡിങ് ഡേയുടെ അന്ന് ഞാൻ രാവിലെ ഭയങ്കര ടെൻഷനായിരുന്നു, ഭയങ്കരമായിട്ട് ടയേർഡായിട്ട് വല്ലാണ്ടിരിക്കുമായിരുന്നു. എന്നിട്ടും പുള്ളിക്കാരി അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത്. തൗഫിക്കിന് എന്തെങ്കിലും മേക്കപ്പ് ഉണ്ടായിരുന്നു, എന്തെങ്കിലും ഗ്രൂമിംഗ് ഉണ്ടായിരുന്നു? എനിക്കും ശരിക്കും പറഞ്ഞാൽ ഈ മേക്ക് ഓവർ ബ്ലോ റൂം എന്ന് പറയുന്ന ബൊട്ടിക്ക് അവിടെ തന്നെ ആയിരുന്നു എനിക്ക് ചെയ്തത്. അവിടുത്തെ വൈഷ്ണവ് എന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ടാണ്, കോളേജ് മേറ്റ് ആയിരുന്നു. അപ്പോൾ അതുവഴി പുള്ളിയുടെ കെയർ ഓഫിൽ തന്നെ അവിടെ ചെയ്തു. പെൺകുട്ടികൾക്ക് ഈ പറഞ്ഞ പോലെ മെയിൻ ആയിട്ട് മേക്കപ്പ് ഹെയർ സ്റ്റൈൽ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. തൗഫിക്ക് എന്തൊക്കെ കാര്യത്തിലായിരുന്നു ശ്രദ്ധ കൊടുത്തത്? കോസ്റ്റ്യൂം ഉണ്ട്, ബാക്കിയുള്ള കാര്യങ്ങൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഓഫീസിൽ എനിക്ക് ബിയേർഡ് മുസ്റ്റാഷും വെച്ചുകൂടാ. ഓക്കെ, പക്ഷേ ഞാൻ ഇതിന് സ്പെഷ്യൽ പെർമിഷൻ എടുത്തിട്ട് ഒരു 7 months 8 months എനിക്ക് ബിയേർഡ് വളർത്തിയാൽ ഈ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ബിയേർഡ് നല്ല രീതിയിൽ വളർത്തി. എൻ്റെ ഒഫീഷ്യൽ മീറ്റിങ്ങിലൊക്കെ എനിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് ബിയേർഡായി. പക്ഷെ ഇത് ഇങ്ങനൊരു സംഭവമാണെന്ന് പറഞ്ഞത് കൊണ്ട് അവർ ഓക്കെ കുഴപ്പമില്ല എന്നുള്ള രീതിയിലായി. അപ്പൊ ഈ ബിയേർഡ് മുടി ഇത് രണ്ടും നല്ല രീതിയിൽ വളർത്തി ഞാൻ ഈ ഒരു പറഞ്ഞല്ലോ ഈ ഒരു വിന്റേജ് തീം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ ശരിക്കും ഈ തീമിന് വേണ്ടി ഞങ്ങൾക്ക് ഓൾറെഡി താടിയും മുടിയും ഇത്രയും നാളുള്ളതിനെക്കാട്ടി ഒരു മേക്ക് ഓവർ തന്നെ വേണം എന്ന് മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇനി ഒന്നും ഗ്രൂം ചെയ്യണ്ട, അങ്ങനെ തന്നെ നിൽക്കട്ടെ, എന്നിട്ട് കല്യാണത്തിന് നമുക്കൊരു മേക്ക് ഓവർ ചെയ്യാം. ശരിക്കും ഞാൻ വന്നിറങ്ങിയപ്പോഴത്തേക്ക് ഉമ്മായും വാപ്പച്ചി എല്ലാം ഞെട്ടിപ്പോയി. എൻ്റെ ഓവറോൾ ലുക്ക് കണ്ടിട്ട് ഫുള്ള് താടിയും മുടിയും എല്ലാം കൂടെ ആയിട്ട്. കല്യാണ ചക്കരെന്ന് പറയത്തില്ല, പക്ഷെ അത് എന്താ പറയാ, ഓഫീസിന് ഇത്രയും സപ്പോർട്ടീവ് ആയത് ഒരു വലിയ കാര്യമാണ്. കാരണം ദുബായിലൊക്കെയും കൂടുതൽ സ്ട്രിക്റ്റ് ഒക്കെയാണ്.
സോ കല്യാണത്തിനാണെങ്കിലും കുറേ ഫങ്ഷൻസ് ഉണ്ടായിരുന്നുണ്ട് ഈ പറഞ്ഞതുപോലെ തലേദിവസവും അല്ലെങ്കിൽ അതിൻ്റെ മുമ്പ് തുടങ്ങി. സോ ഓരോ ഫങ്ഷൻസ് ആയിട്ട് പറയും എന്തൊക്കെ ചടങ്ങുകളാണ് ഉണ്ടായിരുന്നത്? എൻ്റെ വീട്ടിലെ ഫങ്ഷൻ 1 വീക്ക് ഉണ്ടായിരുന്നു. 1 വീക്കിൽ കൂടുതലുണ്ടായിരുന്നു. കാരണം എൻ്റെ ഉമ്മി സെയ്റ്റാണ്, മുസ്ലിംസിൽ തന്നെ ഉമ്മയുടെ ഫാദർ സെയ്റ്റാണ്. അപ്പോൾ അവർക്കൊരു PT എന്നും പറഞ്ഞിട്ടൊരു ഫങ്ഷൻ ഉണ്ട്. അതിൽ ശരിക്കും പറഞ്ഞാൽ ഒരു 1 വീക്ക് വെഡിങ്ങിന് ഒരു 1 വീക്ക് അല്ലെങ്കിൽ ശരിക്കും 1 മന്ത് മുമ്പേ ആണ് ചെയ്യേണ്ടത്. ഈക്വൽ ടു ഹൽദി അതുപോലെ തന്നെയാണ്. പക്ഷെ ഇവർ എന്തൊക്കെയോ ഒരു വീട്ടിൽ തന്നെ എന്തൊക്കെയോ ഒരു ബ്യൂട്ടി മിക്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് അത് ഈ ബ്രൈഡിനൊരു റൂമിൽ തേച്ച് ഇരുത്തും. പിന്നെ 1 മന്ത് അല്ലെങ്കിൽ ആ ഒരു 1 വീക്ക് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങാവും. ലൈറ്റ് കാണാൻ പാടില്ല എന്നാ പറയുന്നത്. പക്ഷെ എൻ്റെ PT എന്ന് പറയുന്നത് ഞാൻ കല്യാണത്തിൻ്റെ അന്ന് വരെയും ഓരോ കാര്യങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന കാരണം എനിക്ക് PT ആ ഒരു ഫംഗ്ഷനായിട്ട് മാത്രമേ നടത്തിയുള്ളൂ. അല്ല എനിക്ക് ആ 1 വീക്ക് ഇരിക്കാനൊന്നും പറ്റിയില്ല. ഞാൻ 1 ഡേ ഇരുന്നുള്ളൂ. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറേ ഞാൻ റെസ്റ്റ്ലെസ് ആണ്. എനിക്കൊന്നും ചെയ്യാണ്ടൊന്നും അങ്ങനെ ഇരിക്കാൻ പറ്റില്ല ഒരു ടൈം കഴിഞ്ഞാൽ. ഒരു ദിവസം ഞാൻ മാക്സിമം ഇരുന്നു, പിന്നെ ഞാൻ വീണ്ടും ഇറങ്ങി. നെക്സ്റ്റ് ഡേ അതായത് ഒരു 1 ഡേ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് PT കഴിഞ്ഞ ഒരു ദിവസം ഇരിക്കണമല്ലോ. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഉണ്ടായിരുന്നത് മെഹന്തി റിസപ്ഷൻ അല്ല, വീട്ടിൽ വെച്ചിട്ടുള്ളൊരു മെഹന്തി ചടങ്ങായിരുന്നു. അപ്പോൾ അതിന് നമ്മൾ മുല്ലപ്പൂ എന്നാണ് ഫംഗ്ഷനെ വിളിച്ചത്. അപ്പോൾ ആ മുല്ലപ്പൂ നിങ്ങൾ തന്നെ പേരിട്ടതാണ്. കാരണം ആ ഒരു കളർ കോംബോ ഡ്രസ്സിൽ എല്ലാവരും വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അന്ന് നോർമൽ സെറ്റ് സാരി എത്നിക് ആയിരുന്നു. ഞാനൊരു സെറ്റ് സാരി, പിന്നെ ഒരു മുല്ലപ്പൂ വെച്ചിട്ടുള്ള ഒരു ടിയാറ, പിന്നെ ഗോൾഡ് ആണെങ്കിൽ പിന്നെ കുറച്ച് ആൻറ്റീക്ക് കാശ്മാല, അങ്ങനത്തെ സംഭവം എല്ലാം വീട്ടിൽ വെച്ചിട്ടുള്ള ചെറിയ ചെറിയ ഫങ്ഷൻസ് ആയിരുന്നു. സോ നിങ്ങളുടെ ഫൈനൽ മേജർ ഫങ്ഷൻ, ദി ഫങ്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ നിക്കാഹാണ്. അതിനെക്കുറിച്ച് പറയാം. ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്രൂം എൻട്രി എന്നുള്ളത് ഭയങ്കരമായിട്ട് ഞങ്ങൾ സ്വപ്നം കണ്ടൊരു സംഭവം. ഗ്രൂം എൻട്രി ആവട്ടെ ബ്രൈഡൽ എൻട്രി ആവട്ടെ രണ്ടായാലും. അപ്പോൾ അതിൻ്റെ ഒരു മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് ആവട്ടെ എന്തായാലും നമ്മൾ കുറേ കേട്ട് ഇതാവുമ്പോഴത്തേക്ക് എങ്ങനെ ഇരിക്കും, നമുക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നൊക്കെ ആലോചിച്ച് കുറേ നോക്കിയിട്ടുള്ളത്. അപ്പം നമുക്ക് രണ്ടുപേർക്കും കോമൺ ആയിട്ട് ഇഷ്ടപ്പെട്ട ഒരു മൂവിയാണ് 2 States. അപ്പം അതിൻ്റെ മസ്ത് മകൻ എന്നുള്ള സോങ്ങിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സോങ് പേഴ്സണലി. അപ്പം ആ സോങ്ങിൽ എനിക്ക് എൻട്രി ചെയ്യണം എന്ന് കുറേ നാളായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് പിന്നെ ആ ഒരു സോങ്ങിൽ എൻട്രി ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരു കൺവെൻഷണൽ ഇസ്ലാമിക് രീതിയിലുള്ള നിക്കാഹ് അകത്ത് വെച്ച് നടന്നു. അത് ഈ നിക്കാഹ് കഴിഞ്ഞിട്ടാണ് ബ്രൈഡ് എൻട്രി ചെയ്യുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് ബ്രൈഡ് എൻട്രി ആയി. ശരിക്കും എനിക്കറിയാം നിക്കാഹ് എന്ന് പറയാൻ നിങ്ങളുടെ ആണുങ്ങളുടെ ഇടയിലുള്ള ഒരു ചടങ്ങാണ്. സോ ആ ഒരു സമയത്തെ ഒരു ഇമോഷൻസും ഫീലിങ്സ് ഒക്കെ ഒന്ന് പറയുമോ തോഫിക്? ശരിക്കും പറഞ്ഞാൽ ബ്ലാങ്ക് ആയിരുന്നു. ചുറ്റും വാപ്പ ഉണ്ട്, വാപ്പ ഇവിടെ ഇരിപ്പുണ്ട്, ഫർസാനയുടെ വാപ്പ ഇരിപ്പുണ്ട്, പിന്നെ ഉസ്താദ്മാർ ഇരിപ്പുണ്ട്. പിന്നെ ഈ ഉസ്താദ് പറയുന്നത് നമ്മൾ ഏറ്റു പറയണം, അതാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയുന്നുണ്ട്, അത് പക്ഷെ ഞാൻ പറയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. മൊത്തത്തിൽ ഞാൻ ബ്ലാങ്ക് ആണ് ഫുൾ. എനിക്ക് ചുറ്റുമുള്ള ആരെയും കാണാൻ പറ്റുന്നില്ല. ടെൻഷനായിട്ട് ഫുൾ ഒരു എവിടെയോ ഞാനങ്ങ് പോയി. ഞാനവിടെ പ്രസന്റ് ആണ്, പക്ഷെ ഞാനില്ല, മെന്റലി അവിടെ ഇല്ല. സെയിം തിങ് തന്നെ എനിക്കുണ്ടായിരുന്നു, സെയിം പ്രശ്നം തന്നെ. അപ്പം ഞാൻ ഗ്രീൻ റൂമിലിരുന്ന് നിക്കാഹും എല്ലാം അവിടെ നടക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് ചുറ്റും. ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നിക്കാഹ് അവിടെ കഴിഞ്ഞ ഉടനെ എല്ലാവരും കൈ കൊട്ടിയിട്ട് പറഞ്ഞു മിസ് ഫർസാന ടു മിസ്സസ് ഫർസാന അഹമ്മദ് ഫസൽ. ഞാൻ കുറച്ച് അവർ കൈ കൊട്ടിയതിന് ശേഷം ഞാനൊരു 1 മിനിറ്റ് ഞാനിങ്ങനെ ബ്ലാങ്ക് ആയിട്ടിരുന്നു. ഞാൻ ഞെട്ടിയിട്ട് വെച്ചു, കല്യാണം കഴിഞ്ഞോ? ഞങ്ങൾ കല്യാണം കഴിച്ചോ? സംഭവിച്ചോ? കാരണം ഈ ഒരു 3-4 ഇയേഴ്സ് ആയി കല്യാണം ഉറപ്പിച്ച് വെച്ചിട്ട് ഇത് സംഭവിക്കും എന്നുള്ള പറയുന്നതല്ലാതെ അത് റിയാലിറ്റിയിൽ വന്നപ്പോഴത്തേക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പെട്ടെന്നായി പോയതുപോലെ. എല്ലാം വെഡിങ് പ്രിപ്പറേഷൻസ് ആണെങ്കിലും എല്ലാം നല്ല ടൈം എടുത്ത് പയ്യെ ബോധത്തോടു കൂടി ചെയ്തിട്ട് കല്യാണത്തിന് അന്നത്തെ ദിവസം എനിക്കൊരു ബ്ലിങ്ക് പോലെ ആയിരുന്നു, പെട്ടെന്ന് കഴിഞ്ഞ ഒരു ഫീലായിരുന്നു. സോ ഏതായാലും നമ്മുടെ ഓഡിയൻസ് ഇതൊക്കെ വളരെ കീനായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും എന്ന് എനിക്കറിയാം. ഇതൊക്കെ ഇവരുടെ ഉള്ളിൽ മാത്രം ഇരുന്ന രഹസ്യങ്ങളായിരുന്നു. പക്ഷേ നമുക്ക് കാണാം ശരിക്കും ഇവരുടെ മുഖത്തിൻ്റെ എക്സ്പ്രഷനും ഓരോ കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയണ്ടേ. സോ ഇവരുടെ കല്യാണ കാഴ്ചകൾ നമുക്കൊന്ന് കണ്ടു നോക്കാം.
പറഞ്ഞതുപോലെ കുറച്ച് നേരത്തെ തീരുമാനിച്ചതുകൊണ്ട് പ്ലാൻ ചെയ്യാൻ സഫീഷ്യൻറ്റ് ടൈം കിട്ടി. സോ പറയൂ, എങ്ങനെയായിരുന്നു ശരിക്കും ഒരു വെഡിങ് പ്ലാൻ ചെയ്തത്? സ്റ്റേജ് ചെയ്തത് ലേവെഡ് എന്നും പറഞ്ഞിട്ടൊരു കമ്പനിയാണ്. അവര് RP മോളിൽ ഇപ്പോൾ ഓഫീസ് സ്റ്റാർട്ട് ചെയ്യുന്നു. പുള്ളിയുടെ നേരത്തെ പരിചയമുണ്ട് എനിക്ക്. പിന്നെ എൻ്റെ ഒരു ഏകദേശം ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തു. അപ്പോൾ പുള്ളിയും ഭയങ്കര എൻജോയ് ചെയ്താണ് എൻ്റെ കൂടെ ചെയ്തത്. കാര്യം സ്റ്റേജിൻ്റെ ബാക്ക് ഡ്രോപ്പിൻ്റെ കളറാണെങ്കിലും പാറ്റേൺ ആണെങ്കിലും ഓരോന്നും അയച്ച് തന്ന് ഫിക്സ് ചെയ്ത്, ഇപ്പോൾ ഒരു വിൻറ്റേജ് റെഡാണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ ഓരോ റെഡിലും എനിക്ക് പാറ്റേൺ അയച്ചു തരും ഏതാണ് വേണ്ട. അപ്പൊ ഫൈനൽ ലുക്ക് ഔട്ട്പുട്ട് എങ്ങനെ വരും ഏകദേശം നമുക്കൊന്ന് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ സ്റ്റേജിന്റെ ഓരോ പ്രോപ്സ് ആണെങ്കിലും ഓരോ വാങ്ങിക്കുന്ന ഓരോ സ്ഥലത്ത് പോയിട്ട് എനിക്ക് ഫോട്ടോസ് അയച്ചു തന്നിട്ട് ഞാനിവിടെ ഫൈനൽ ചെയ്യുമ്പോഴാണ് പുള്ളി അത് വാങ്ങിക്കാറ്. അതേപോലെ വീഡിയോഗ്രാഫി ആണെങ്കിൽ ഇപ്പം ഞാൻ ആർടെക് ഷമീർക്ക എന്ന് പറഞ്ഞിട്ട് അപ്പൊ ആ പുള്ളിയുടെ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഫുള്ള് ഞങ്ങൾക്ക് കാൻഡിഡ്സ് വേണം. ഇപ്പൊ വീഡിയോസ് ആണെങ്കിലും ഞങ്ങൾക്ക് ഒരു ഫേക്ക് ആർട്ടിഫിഷ്യൽ സംഭവം ഒന്നും വേണ്ട, നമുക്ക് കാൻഡിഡ്സ് തന്നെ മതി. ആ ഒരു നാച്ചുറൽ മൊമെന്റ്സ് നമുക്ക് പിന്നെ കാണുമ്പോഴേ നമുക്ക് ചെറിഷ് ചെയ്യാൻ പറ്റണം, ആ രീതിയിലാണ് വേണ്ടതെന്ന് പറഞ്ഞു. അപ്പൊ അതെനിക്ക് തോന്നുന്നു ആർടെക് ടീം ആണെങ്കിൽ അവർ നല്ലപോലെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഫൈനൽ പ്രോഡക്റ്റ് ആർടെക്കിന്റെ ആണെങ്കിലും സ്റ്റേജിന്റെ ആണെങ്കിലും എല്ലാത്തിനും നമ്മൾ ത്രൂ ഔട്ട് വർക്ക് ചെയ്തെങ്കിലും വെഡ്ഡിങ് ഡേയുടെ അന്ന് ഓരോരുത്തരുടെയും ഫൈനൽ പ്രോഡക്റ്റ് എങ്ങനെ വരും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. ശരിക്കും അന്നത്തെ ദിവസം എല്ലാം കണ്ടപ്പോഴാണ് ഇത്രയും ദിവസത്തെ ഹാർഡ് വർക്ക് പേ ചെയ്തു എന്നുള്ള ഒരു സമാധാനമായി. എങ്ങനെയായിരുന്നു അവരുടെ കൂടെ ഒരു വർക്കിംഗ് എക്സ്പീരിയൻസ്? എങ്ങനെയാണ് അവർ ഐഡന്റിഫൈ ചെയ്തത്? നമ്മൾ കുറേ ഈ പറഞ്ഞതുപോലെ കൊല്ലം ട്രിവാൻഡ്രമുള്ള ഭാഗങ്ങളിലുള്ള കുറേ വെഡിങ് വീഡിയോഗ്രാഫേഴ്സിന്റെ സൈറ്റ്സ് നോക്കി, അവരുടെ യൂട്യൂബ് പേജസ് നോക്കി, ഫേസ്ബുക്ക് പേജസ് നോക്കി. അപ്പോൾ അതിൽ ഇഷ്ടപ്പെട്ട കൂടുതൽ വീഡിയോസ് ഇവരുടേതായിരുന്നു വീഡിയോസ്. അപ്പോൾ അത് കണ്ടിട്ടാണ്. സോ നിങ്ങളെ കുറിച്ച് ആർടെക് ടീമിന് എന്താ പറയാനുള്ളത് നമുക്ക് കേൾക്കാം. കാരണം നിങ്ങൾ ഹാപ്പി ആണെന്ന് എനിക്ക് മനസ്സിലായി. സോ ആർടെക്കിൻ്റെ ടീമിന് ഇവരുടെ വെഡിങ് വീഡിയോഗ്രാഫി ആൻഡ് ഫോട്ടോഗ്രാഫിനെ കുറിച്ച് എന്താ പറയാനുള്ളത് നമുക്ക് കേൾക്കാം. ഹായ്, എൻ്റെ പേര് ഷമീർ ഇസ്മായിൽ. ഞാനാണ് ആർടെക് വെഡ്ഡിങ് ടീമിൻ്റെ ഓണർ. തൗഫീഖ്, ഫർസാന അവിടെ വെഡ്ഡിങ് വീഡിയോ കവർ ചെയ്തത് ഞങ്ങളായിരുന്നു. അവർ ഒരുപാട് ടീമിനെ യൂട്യൂബിലും ഫേസ്ബുക്കിലുമൊക്കെ സെർച്ച് ചെയ്തു എന്നിട്ടാണ് ഞങ്ങളെ ബുക്ക് ചെയ്തിരുന്നത്. അപ്പം അവരുടെ മെയിനായിട്ടുള്ള ആവശ്യം എന്തെന്ന് വെച്ചാൽ ക്യാൻഡിഡ് ഫോട്ടോഗ്രാഫിയും ക്യാൻഡിഡ് വീഡിയോഗ്രാഫിയും ഏറ്റവും നല്ല രീതിയിൽ എടുത്തു കൊടുക്കണമെന്നായിരുന്നു. അത് മാക്സിമം അവരാഗ്രഹിച്ച രീതിയിൽ തന്നെ ഞങ്ങൾ നന്നായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് എടുക്കാൻ കഴിഞ്ഞു എന്നാണ് വിശ്വാസം. സോ നമുക്ക് റാപ്പപ്പ് ചെയ്യാനുള്ള സമയമായി. സോ എനിക്ക് നിങ്ങളോട് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനുണ്ട്. എസ്പെഷ്യലി നിങ്ങൾ എന്താ പറയുക, ചൈൽഡ്ഹുഡ് സ്കൂളിൽ തുടങ്ങി ഒരുമിച്ച് ഉള്ള ആൾക്കാരല്ലേ, അപ്പോൾ പരസ്പരം അത്യാവശ്യം നല്ലോണം മനസ്സിലാക്കിയ ആൾക്കാരുമാണ്. സോ നിങ്ങൾ നമ്മൾ ഫൈറ്റ് ചെയ്യാറുണ്ടോ? ദിവസങ്ങളില്ല അതില്ലാത്ത. ആണോ? ഓക്കെ. ഞങ്ങൾക്ക് സ്പെഷ്യൽ ക്ലാസ് തന്നിട്ടാണ് വിട്ടത്. ക്യാമറയുണ്ട്, പ്രോഗ്രാമാണ്, അതിന്റെ മുമ്പിലെങ്കിലും കൂടരുത്. സോ ഇപ്പം നിങ്ങളുടെ ടാസ്ക് എന്ന് പറയുന്നത് പരസ്പരം മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. എന്തൊക്കെയാണ് ചെറിയ പോരായ്മകൾ അല്ലെങ്കിൽ ചെറിയ നെഗറ്റീവ്സ്, അല്ലെങ്കിൽ എനിക്കിഷ്ടമല്ല ഇത് മാറ്റിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് പറയേണ്ടത്. പക്ഷേ നിങ്ങൾ കുറവുകളായിട്ടല്ല അത് പറയേണ്ടത്, മറിച്ച് ആ കുറവ് ഇങ്ങനെ പുകഴ്ത്തി പറയണം. ചെറിയ കാര്യത്തിന് വരെ ഒരു വലിയൊരു പ്രശ്നം ഉണ്ടാവട്ടെ, വലിയൊരു പ്രശ്നത്തിന് വരെ ചിരിച്ചുകൊണ്ട് സമാധാനത്തിൽ ഇരുന്ന് സംസാരിക്കുന്നവരാണ്. അതായത് ചെറിയ കാര്യമാണെങ്കിലും വലിയ കാര്യമാണെങ്കിലും എല്ലാം ഒരേപോലെ ചിരിച്ചുകൊണ്ട് സമാധാനമായിട്ടിരുന്ന് സംസാരിച്ച് ആ ഒരു പ്രശ്നം തീർക്കാൻ ആഗ്രഹിക്കുന്നതാണ്. സ്ട്രെയിറ്റ് ആയിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ തൗഫീഖിന് ഇങ്ങനെ ഭയങ്കര ഒരു ഫ്ലോയിൽ അങ്ങ് പോകണം. ഇപ്പം ലേറ്റ് ആയെങ്കിൽ ലേറ്റായി, അത് ഒരു 5 മിനിറ്റ് ലേറ്റ് ആയാലും അത് സമാധാനമായിട്ട് അങ്ങനെ പോകാനാണ് എനിക്കിഷ്ടം. തൗഫീഖിനെന്ന് വെച്ചാൽ 2 o'clock ഇത് പറഞ്ഞു. 2 o'clock ചില സംഭവം ഞാൻ 2 o'clock ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ അത് തൗഫീഖിന് വെപ്രാളമാണ്. 2 o'clock ആയി ഇങ്ങനെ റിമൈൻഡ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. എനിക്കത് ഒട്ടും ഇഷ്ടമല്ല. 2 o'clock ആവുന്നെങ്കിൽ ആവട്ടെ, 10 മിനിറ്റ് കഴിഞ്ഞിട്ട് അത് ചെയ്യാം. എനിക്ക് അങ്ങനെ പോകാനാണ് ഇഷ്ടം. ഞാൻ സ്ലോ ആണ്, അത് ഞാൻ സമ്മതിക്കാം, എന്നാലും എനിക്ക് സമാധാനമായിട്ട് ചെയ്യാനാണ് ഇഷ്ടം. പക്ഷെ തൗഫീഖ് ഭയങ്കര വെപ്രാളമാണ് ഓരോ ചെറിയ കാര്യത്തിലും. നിങ്ങൾ കൺഫ്യൂഷൻ ആവരുത്. ശരിക്കും ഫർസാനയ്ക്ക് ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് ചിന്തിക്കാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുകയായിരുന്നു ചെയ്തത്. സോ എനിവേ, നിങ്ങൾ രണ്ടുപേരും പരിചയപ്പെട്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. സോ ഹാപ്പി മാരിഡ് ലൈഫ്.
ഇത്രയും കാലം നിങ്ങൾ ഭംഗിയായിട്ട് ജീവിച്ചു, ഇനി ഇതിനേക്കാളും അടിപൊളിയായിട്ട് നിങ്ങളുടെ ജീവിതം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. സോ നമ്മൾ തൗഫീഖ് ആൻഡ് ഫർസാനയെ പരിചയപ്പെട്ടു. ശരിക്കും എനിക്കൊരു ഹൈലൈറ്റ് എന്ന് തോന്നിയത് ഫർസാന ഈ ഒരു ഹോൾ വെഡിങ് പ്ലാൻ ചെയ്ത ഒരു രീതിയാണ്. ഒരുപാട് റെഫറൻസസ്, ഒരുപാട് ടൈം ആൻഡ് എഫേർട്ട് എടുത്ത് ഒത്തിരി ഐഡിയാസ് ഉണ്ടായിരുന്നു ഫർസാനയ്ക്ക്. പക്ഷേ എഗെയിൻ അത് സ്വന്തം ഇഷ്ടം മാത്രം നോക്കാണ്ട് 2 ഫാമിലീസിനെയും കൺസൾട്ട് ചെയ്ത് എല്ലാവരുടെയും ഒരു ഇഷ്ടവും ഒരു ഒപ്പീനിയൻസും ഒക്കെ എടുത്തിട്ടാണ് ഇവർ ഈ ഒരു ബ്യൂട്ടിഫുൾ വെഡിങ് പ്ലാൻ ചെയ്തത്. അതോടൊപ്പം തന്നെ മറ്റൊരു ടിപ്പ് എനിക്ക് തരാനുള്ളത്, മിക്കവാറും ആൾക്കാരും പല ബ്രൈഡ്സും ഗ്രൂമും കംപ്ലയിൻറ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, കല്യാണം കഴിഞ്ഞിട്ട് അവർക്ക് ആവശ്യത്തിന് ഫോട്ടോസ് എടുക്കാനുള്ള സമയം കിട്ടിയില്ല എന്നുള്ളത്. അറിയാം, നമ്മുടെ ഹിന്ദു വെഡ്ഡിങ്സിന് ഒരു മുഹൂർത്തമൊക്കെ ഉണ്ട്, വീട്ടിൽ കയറുന്നതിന് മുമ്പുള്ള ഒരു സമയവും കാര്യങ്ങളും ഒക്കെ. പക്ഷേ ഇവരുടെയിലാണെങ്കിലും സമയം കിട്ടാണ്ട് വന്നു. പക്ഷേ ഇവർ തീരുമാനിച്ചത് ഭക്ഷണം കഴിച്ചിട്ട് സൗകര്യമായിട്ട് റിലാക്സ് ചെയ്ത് 1 മണിക്കൂർ നേരത്തേക്ക് ആവശ്യത്തിന് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ വീട്ടിൽ പോകാമെന്നുള്ളതാണ്. സോ എനിക്കും പറയാനുള്ളത്, കല്യാണം എന്ന് പറയുന്നത് ഇറ്റ് ഹാപ്പൻസ് ഓൺലി വൺസ്, നമ്മളുടെ ലൈഫിലെ വളരെ സ്പെഷ്യൽ ഡേ ആണ്. സോ ഇതുപോലെ പല ആൾക്കാരും ടയേർഡായിട്ട് നിന്ന് ഫോട്ടോസ് എടുക്കാണ്ട് ഭക്ഷണമൊക്കെ കഴിച്ച് അത് ഫോട്ടോസിന് മസ്റ്റായിട്ടും ഒരു സമയം നമ്മൾ കണ്ടെത്തണം. സോ ഈ ഒരു കപ്പിളുടെ വിശേഷങ്ങൾ നിങ്ങളോടൊപ്പം പങ്കുവെച്ചു, ഒരുപാട് നമ്മളും പഠിച്ചു. സോ ഐ ഹോപ്പ് യു എൻജോയ്ഡ് ദീസ് വെഡ്ഡിങ് വിഷ്വൽസ്. മറ്റൊരു കപ്പിളുടെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ടിൽ വി മീറ്റ് അഗൈൻ, ദിസ് ഇസ് റോസൻ ജോളി സൈനിങ് ഓഫ്. ബൈ.